അപ്പോൾ ഇന്ന് നമ്മൾ പുഷ്പയിലെ ഒരു പുതിയ സോങ് വന്നിട്ടുണ്ട്, കിസിക് കിസിക് കിസിക്. അപ്പോൾ അതിൻ്റെ ലിറിക്ക് വീഡിയോ റിലീസ് ആയിട്ടുണ്ട് നമുക്ക്. ശ്രീലീല. അതെ, അതായത് കഴിഞ്ഞ പുഷ്പ 1 സാമന്ത ആയിരുന്നെങ്കിൽ പുഷ്പ 2 ശ്രീലീലയാണ്. നമുക്ക് പാട്ടൊന്നുണ്ടാകാം. പ്ലജി ഡാൻസിങ് ക്യൂൻ ശ്രീലീല അല്ലേ? ഗണേഷാചാര്യാണ് പുള്ളിയാണ് ഇപ്പം എല്ലാം ചെയ്യണം, മറ്റൊന്നും ചെയ്തേക്കുന്നത്. അവിടെ സ്ഥിരം ഒരു കണ്ണാനാണ്. പുള്ളി ഫോട്ടോ കിട്ടിയല്ലോ. ഇതിനകത്ത് ഡാൻസ് സ്റ്റെപ്പ് ഒന്നും കാണിക്കുന്നില്ലേ? ഹുക്ക് സ്റ്റെപ്പ് ഒന്നും കാണിക്കില്ലേ? വരും, അതുകൊണ്ട് അങ്ങനെയല്ലേ വരണമല്ലോ, അത് വരുമല്ലോ. അതിന് സ്പേസ് കിട്ടുന്നില്ല, നാട്ടിലേക്ക് കിടക്കുന്നില്ല. പുഷ്പയുടെ മാനസം. കമ്പോസ്റ്റ് ബൈ തേജസ്വരി പ്രസാദ്. ഉദ്ദേശിച്ച അത്ര ഒരു ഗുമ്മില്ല അല്ലേ? അതായത് അല്ല, മാവയുടെ തട്ട് താണു തന്നെ ഇരിക്കുന്ന. ഇല്ല, ശ്രീലീല ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതെ, വിഷ്വലി വാച്ച് ഇറ്റ് ഫോർ ദ പ്ലോട്ട്, ദ പ്ലോട്ട്. അതാണ്
പരിപാടി. അല്ലാതെ പാട്ട് ശ്രീലീലയ്ക്ക് ഡാൻസ് സ്റ്റെപ്പുകൾ കുറവായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ആ പക്ഷേ സ്റ്റെപ്പ് തന്നെ അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. അല്ല, ഈ പുഷ്പയുടെ ക്യാരക്ടർ വെച്ചിട്ടുള്ള സ്റ്റെപ്പ് കാണാൻ മതി ഇട്ടേക്കെന്ന് തോന്നി. അത് okay. പക്ഷേ ഈ പാട്ട് സാധാരണ അങ്ങനെ അല്ല, ചെയ്യാറില്ല. പാട്ട് ബേസിക്കലി ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെ ഇത് എടുക്കുന്നത് തന്നെ ഇതിന്റെ ട്രെൻഡിങ് സാധനം ആക്കിയിട്ട് സിനിമയ്ക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങനെയാണല്ലോ. പർപ്പസ് അതല്ലല്ലോ. അതാണ്. ആ പുഷ്പയുടെ ക്യാരക്ടർ ആണെങ്കിലല്ലോ ഈ പാട്ട് എടുക്കുന്നത്. അല്ല, ഈ പാട്ടിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഈ പാട്ട് ആക്ച്വലി ഇവർക്കൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുക എന്നുള്ള സംഭവമാണ്. പക്ഷെ അത് സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മൾ പാട്ടിലേക്ക് കടക്കാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ ഒരു കുറച്ചധികം പോർഷൻ, അതുപോലെ ലിറിക്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുറെ കൂടെ കേട്ടിരിക്കായിരുന്നു. ലിറിക്സ് മനസ്സിലായില്ലേ പോലും ഊവട്ട വാവ ഒക്കെ നമ്മൾക്ക് ഒരു വിഷയമില്ല. അത് അല്ല, അതിന്റെ ലിറിക്സ് ആക്ച്വലി ഐറ്റം സോങ്ങിനെ ആക്കിയുള്ള ലിറിക്സ് ആണ്. എന്തോ കേട്ടെ തെലുങ്കല്ലേ, നമുക്കത് നമ്മൾ കേട്ടിരിക്കല്ലോ, നമുക്ക് ആദ്യം കേൾക്കാൻ മനസ്സിലാവില്ല. മലയാളം എന്തായിരിക്കും? അയ്യോ, മലയാളം വന്നിട്ടില്ലല്ലേ? മലയാളം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മലയാളം ഒരു മലയാളത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവല് സംഭവം ഇല്ല. ഓക്കെ പാട്ടാണ്. പിന്നെ വിഷ്വലി ഈ പാട്ട് തിയേറ്ററിൽ കാണാൻ നമുക്ക് ഭയങ്കര അത്രയും പോർഷൻ ഇപ്പൊ റീലിനുള്ള അത്രയും പോർഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അത് മതി. പക്ഷെ അതും അത്രയും ഭയങ്കര ഹുക്കായിട്ട് ഫീൽ ചെയ്തില്ല. മീൻസ് അത് കേൾക്കുമ്പോൾ നമുക്ക് അവിടെ കൊള്ളാമല്ലോ, ആ ഹുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. അതുപോലെ ആ സ്റ്റെപ്പും അത്ര വലിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ സാധാരണ ഡീസൽ പാട്ട് നമ്മൾ കേട്ട് ശീലിക്കട്ടെ. കുറച്ച് നാൾ കൂടെ ചുട്ടമലയ്ക്ക് ആയുസുണ്ട്. അതിന്റെ ഒരു ലൈഫ്. അതെ, റീൽ ഓടിക്കാൻ കുറച്ചാളുള്ള ചുട്ടമല്ലി ഉപയോഗിക്കാം അല്ലേ? കുറച്ച് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ റീലൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മള് തന്നെ കയറി പോകും, അത്രേ ഉള്ളൂ. ഈ മറ്റേ ഗോട്ടിലെ പാട്ടൊക്കെ ഇപ്പൊ ഭയങ്കര ഹിറ്റാ റീലില്. തിയേറ്ററിലാണേലും അതിനു മുമ്പ് ഇറങ്ങിയപ്പോഴും അത്രയ്ക്കും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പഴയ ലിയോ ആണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട്, പക്ഷെ ഇപ്പം ഭയങ്കര ഹിറ്റാണത്. അതാ പറഞ്ഞത്, അതുപോലെ പയ്യെ കയറി പോകുമായിരിക്കും. എന്നാലും മറ്റേ പാട്ടിന് കുറച്ച് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തു, കുറച്ച് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അതെ. അവർ 5-ാം തീയതി സിനിമ റിലീസാണ്. പുഷ്പ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണുന്നതായിരിക്കും ഇല്ലേ? കാണത്തില്ലേ? അന്ന് കാണണം. ഏത് മലയാളത്തിലല്ലേ? മലയാളമായിരിക്കും. നമുക്ക് ജിസ്റ്റോയുടെ സൗണ്ട് ഇല്ലാതെ പറ്റില്ല. പുഷ്പ നമുക്ക് അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ ജിസ്റ്റോയുടെ സൗണ്ടാണ്. അല്ല, അല്ലു അർജുൻ ഒറിജിനൽ വോയിസ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത്ര സൂചിക്കത്തില്ല. എനിക്ക് അല്ലു അർജുൻ ഒറിജിനൽ വോയിസ് ഇഷ്ടം. അല്ല, തെലുങ്ക് വോയിസ് എനിക്കിഷ്ടം. പുഷ്പരാജ് വേണം. ഞാൻ പുഷ്പരാജാണ്. പുഷ്പയാടാ.